Gratitude is the responsiveness to be compatible. ഗതസ്മൃതിയിലോ ആഗതസ്മൃതിയിലോ അനുഭൂതി ഉളവാക്കിയ കൃതത്തോടുള്ള പ്രത്യനുരൂപണമാണ് കൃതജ്ഞത. അനുരൂപമാകാനുള്ള വഴക്കം കൃതജ്ഞമായതിനോട് നമ്മെ സുതാര്യമാക്കുന്നു. കൃതജ്ഞതയാൽ സുതാര്യമായവ തമ്മിൽ ലയമാകുകയും സമസ്ഥിതിയിലാകുകയും വിഭവ സമ്മിശ്രണം ഭവിക്കുകയും ചെയ്യും. അങ്ങനെ പ്രകർഷേണ ലീനമാകുവാനുള്ള ഏറ്റവും ഉയർന്ന വഴക്കമത്രേ കൃതജ്ഞത. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേരും നയിക്കുമാറാകട്ടെ. കൃതജ്ഞതയെക്കുറിച്ച് ജീവിതത്തിന്റെ സൗന്ദര്യത്തെ അന്വേഷിക്കുന്ന മിക്കവർക്കും അറിയാം. കൃതജ്ഞത എന്ന് പറയുന്ന ഒരു വികാരമാണ് ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ സുരക്ഷിതത്വം തരുന്നത്, സന്തോഷം തരുന്നത്, തുലനം ചെയ്യുന്നത്, വിഭവങ്ങൾ തരുന്നത്. ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന മുഴുവൻ സൗഖ്യങ്ങളുടെയും മുഴുവൻ ഐശ്വര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കൃതജ്ഞതയാണെന്ന് ആധുനിക ജീവിത വിജയ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ പേർക്കും അറിയാം. കൃതജ്ഞത ഉള്ളിൽ ഒരിക്കലെങ്കിലും ഉണർന്നിട്ടുള്ളവർക്ക് മനസ്സിലാകും അത് വളരെ നിർമ്മലമായ ഒരവസ്ഥയാണ്, ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരവസ്ഥയാണ്. കൃതജ്ഞത വന്നവർക്ക് അതറിയാം. നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുന്ന ചില ആളുകളുണ്ട് കൃതജ്ഞത എന്നുള്ളത് അഭിനയം മാത്രമായിട്ട്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ആദരവ് എന്നുള്ളതിനെ, ആദരം എന്നുള്ള ഒരു ആശയത്തെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരു ക്ലാസ് എടുക്കാനായിട്ട് അയാൾ ഒരുങ്ങുകയാണ്. അപ്പൊ അയാൾക്ക് ഞാൻ ഈ ആദരം എന്നുള്ള പദം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പദം എന്താണെന്നല്ല, ആദരം ഉണ്ടാകണം എന്ന് പറഞ്ഞു കൊടുത്തു. അയാൾ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞത്, ഈ മുന്നിൽ വരുന്ന വ്യക്തിയെ ആദരിക്കണം എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പുള്ളി പറഞ്ഞത്, മുന്നിൽ വരുന്ന ഒരു വ്യക്തിയെ പൊന്നാട അണിയിക്കുക, പൂച്ചെണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ, അതായത് വേദിയിൽ കയറ്റിയിരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ കാണാറുണ്ടല്ലോ, അതാണ് ആദരം എന്നുള്ളത്. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ റീസ്പെക്ട് ചെയ്യുക എന്നുള്ള ഒരാശയം മനസ്സിലാകാത്ത ആളുകളുണ്ട് ഇവിടെ, അത്തരം ട്രെയിനേഴ്സ് ഉണ്ട് ഇവിടെ. അതേ അവസ്ഥ തന്നെയാണ് കൃതജ്ഞതയ്ക്കും ഉള്ളത്. പലർക്കും അറിയില്ല കൃതജ്ഞത എന്നുള്ളത് എന്താണ്. ആരെങ്കിലും എന്തെങ്കിലും തരുന്ന സമയത്ത് താങ്ക് യു, താങ്ക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുപോലും നമുക്ക് മലയാളിക്ക് വളരെ കുറവാണ്. നന്ദി എന്നും വായി തുറന്ന് പറയില്ല. ഇനി അഥവാ പറയുകയാണെങ്കിൽ അതിനൊരു ഒരു ഔപചാരികതയുടെ മൂടുപടം ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഈ സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തതിന്റെ ഒരു പ്രശ്നം. ഗതസ്മൃതിയിലോ അഗതസ്മൃതിയിലോ അനുഭൂതി ഉളവാക്കിയ കൃതത്തോടുള്ള പ്രത്യനുരൂപണമാണ് കൃതജ്ഞത. ഈ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ജ്ഞാനം എന്നത് അനുരൂപണമാണ്, പൊരുത്തമാകലാണ്. ഞാൻ ഈ ഒരു കാര്യത്തോട്, ഈ ഒരു കൈയോട് ഈ കൈ പൊരുത്തമാകുന്നു, ഇങ്ങനെ ഇട ചേർന്ന് പൊരുത്തമാകുന്നു എന്നുണ്ടെങ്കിൽ ഈ പൊരുത്തമാകാനുള്ള ഇതിന്റെ വഴക്കമാണ് പൊരുത്തമാകേണ്ടതുണ്ട് എന്നുള്ള. ഇവിടെ പൊരുത്തമാകാൻ ഒരു പാകത്തിന് ഒരു സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത് ആദ്യം സെൻസ് ചെയ്യുന്നു, ഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് പൊരുത്തമാകേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ പൊരുത്തമാകേണ്ടതുണ്ടെന്ന് പൊരുത്തമായേ മതിയാകൂ എന്നറിയുന്നു. പൊരുത്തമാകാൻ പാകത്തിൽ സ്വന്തം കൈ ഈ വിരലുകളെ വിടർത്തുന്നു, എന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നു, എന്നിട്ട് അതിനോട് ചേർന്ന് അതായി മാറുന്നു. അപ്പൊ ഇങ്ങനെ ഇതിനോട് പൊരുത്തമാകാനുള്ള ആ വഴക്കത്തെയാണ് നമ്മൾ അറിവ്, ജ്ഞാനം എന്നൊക്കെ പറയുക.
അതിനെയാണ്, ആ ജ്ഞാനത്തെ, ആ പൊരുത്തമാകലിനെയാണ് ഈ ജ്ഞ എന്ന ആ ഒരു ധാതു ശബ്ദം ഉപയോഗിച്ച് നമ്മൾ ദ്യോതിപ്പിക്കുന്നത്. ജ്ഞത, അജ്ഞത എന്ന് കേട്ടിട്ടുണ്ടോ? ജ്ഞത എന്ന് പറയുന്നത്, ജ്ഞ എന്ന് പറയുന്നത് ആ പൊരുത്തമാകുന്ന അവസ്ഥയാണ്. പൊരുത്തമാകുന്ന അവസ്ഥയാണ് ജ്ഞത എന്ന് പറയുന്നത്. ഒരു കൃതം എന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞ കൃതമല്ല, ഇത് കൃതം. ഒരു പ്രവർത്തനം നമ്മുടെ ഓർമ്മയിൽ ഇതിനു മുമ്പുണ്ടാക്കിയ ഒരു സംഭവത്തിന്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ വർത്തമാന സ്ഥിതിയിൽ എവിടെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ശുഭകരമായ അനുഭൂതി ഉണ്ടാക്കിയ ഒരു അവസ്ഥയുടെ, ശുഭം തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു അനുഭൂതി ഉണ്ടാക്കിയെങ്കിൽ അത് ഒരു പ്രവർത്തനം നമ്മുടെ മുന്നിൽ പരിസരത്തുണ്ടായ, പ്രകൃതിയിലുണ്ടായ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ പരിസരത്തുണ്ടായ ഒരു പ്രവർത്തനം, ഒരു ഈവന്റ്, ഒരു ചലനം, ഒരു ഇൻസ്റ്റൻസ്, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തിരയിളക്കം ഉണ്ടായി എന്നിരിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി എന്നിരിക്കട്ടെ, അത് നമ്മുടെ ഉള്ളിൽ ഒരു അനുഭൂതി ഉണ്ടാക്കി. എന്നുവെച്ചാൽ മുന്നിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുഭൂതി ഉണ്ടാക്കി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായാൽ ആ മുന്നിൽ നമ്മുടെ ഉള്ളിൽ അനുഭൂതി ഉണ്ടാക്കാൻ പാകത്തിൽ ഉണ്ടായ പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനത്തോട്, അതായത് കൃതത്തോട് അനുരൂപപ്പെടുന്ന ഒരവസ്ഥ, പൂർണ്ണമായും അനുരൂപപ്പെടുന്ന ഒരവസ്ഥ, അതാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. കൃതത്തോടുള്ള ജ്ഞത എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാം. കൃതം, മുന്നിലുണ്ടായ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തോടുള്ള നമ്മുടെ സമ്പൂർണമായ ജ്ഞാനം, പൊരുത്തമാകൽ ആണ് കൃതജ്ഞത എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗതസ്മൃതിയിൽ ഇതിനു മുമ്പുണ്ടായ കാര്യങ്ങൾ, സ്മൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഓർമ്മയാണ്. ഗതസ്മൃതി കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മ, അതുപോലെ നീ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മ, അതാണ് ആഗതസ്മൃതി എന്ന് പറയുന്നത്. എന്നാണ് ഭാവനയായിട്ടുമൊക്കെ വരുന്നത്. ഈ ഗതസ്മൃതിയിലും ആഗതസ്മൃതിയിലും ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന അനുഭൂതി, ഈ അനുഭൂതി ഉളവാക്കിയ ഒരു ചലനം ഫ്രണ്ടിൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ഈവന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായതിനോട് തിരിച്ച് അനുരൂപപ്പെടുന്ന ഒരവസ്ഥ, തിരിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും അനുരൂപപ്പെടുന്ന ഒരവസ്ഥയാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. ഈ അനുരൂപപ്പെടാൻ നമ്മുടെ ഉള്ളിലൊരു വഴക്കം ഉണ്ടാകണം. നമ്മള് ആ മുന്നിൽ ഒരു കാര്യം ഉണ്ടായെങ്കിൽ, ഒരാൾ എന്റെ നേരെ കൈ നീട്ടിയാൽ ഞാൻ അയാൾക്ക് കൈ കൊടുക്കാൻ തയ്യാറാകണം. എന്നോട് ഒരാൾ അനുഭാവപൂർവം നിന്നാൽ ആ അനുഭാവത്തോട് പ്രതിരൂപമാകാൻ എനിക്ക് കഴിയണം. ഒരാൾ എന്റെ മുന്നിൽ കൈ നീട്ടിയാൽ അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ എനിക്ക് കഴിയണം. അപ്പോ അതിന്റെ പ്രതിരൂപമാകാൻ എനിക്ക് കഴിയുമ്പോഴാണ് ഞാൻ അതിനോട് സുതാര്യമാവുക. അപ്പോ എന്റെ മുന്നിൽ ഉണ്ടായ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തോട് അനുരൂപമാകാൻ, പൊരുത്തമാകാൻ ഉള്ള ഒരു വഴക്കമുണ്ടല്ലോ, എന്റെ ഉള്ളിൽ ഒരു വഴക്കമുണ്ടാവണം, അല്ലെ? ഞാനൊരു കസേര കണ്ടാൽ കസേരയിൽ ഇരിക്കണമെങ്കിൽ എന്റെ ശരീരം അതിനനുസരിച്ച് 4 എന്നുള്ള ആ ഷേപ്പിലേക്ക് മാറണം. അപ്പോഴാണ് അനുരൂപപ്പെടാനുള്ള വഴക്കം എനിക്കുണ്ടെന്ന് പറയാനാവുക. അങ്ങനെ ആ സാഹചര്യത്തോട്, ഒരു പ്രവർത്തനത്തോട്, അതിന്റെ അവസ്ഥയോട്, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അതിനോട് അനുരൂപമാകാൻ എനിക്കൊരു വഴക്കമുണ്ടാകണം. എനിക്കൊരു വഴക്കമുണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ എന്തിനോടാണോ കൃതജ്ഞമായത്, നിങ്ങളിപ്പോ എന്നോട് ഒരു ഇടപെടൽ നടത്തുന്നു, അതിനോട്, നിങ്ങളോട്, നിങ്ങൾ ചെയ്തതിനോട് എനിക്ക് സുതാര്യമാകാൻ കഴിയും. എൻ്റെ ഉള്ളൊരു വഴക്കമുണ്ടെങ്കിൽ മാത്രമേ സുതാര്യമാകാൻ കഴിയൂ. നിങ്ങൾ എന്നോട് എന്ത് കാണിക്കുന്നുവോ ആ കാണിക്കുന്നത് ഞാൻ സ്വീകരിച്ച് അതിനോട് പൊരുത്തമാകാൻ കഴിയുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും തമ്മിൽ സുതാര്യമായിരിക്കുക. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുന്ന സമയത്ത് ഞാനില്ല, എനിക്ക് പറ്റില്ല, ഞാനതിന് അംഗീകരിക്കില്ല എന്ന രീതിയിൽ ഞാൻ അതിനെ മാറ്റിവെച്ചാൽ, നിങ്ങൾ എന്നെ അഡ്വൈസ് ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നത് ഞാൻ സ്വീകരിക്കില്ല. ഞാൻ എങ്ങനെയല്ല, ഞാൻ അതല്ല, ഞാനേ അല്ല, ഈ ഞാൻ എന്നുള്ള വേലി അവിടെ കെട്ടിവെക്കുന്നതോടുകൂടി നമ്മൾ അതിൽ നിന്നും വിഭിന്നമായി, നമ്മൾ അതിൽ നിന്നും മാറിപ്പോയി. പിന്നെ എങ്ങനെയാണ് അനുരൂപപ്പെടാൻ പറ്റുക, പൊരുത്തമാകാൻ പറ്റുക? പൊരുത്തമാകാത്തിടത്ത് ഇതെങ്ങനെയാണ് ഇതും തമ്മിലുള്ള ഒരു ഇടപെടൽ നടക്കുക, സുതാര്യമാവുക? സുതാര്യമാകൽ ഉണ്ടാവില്ല. അപ്പോ അനുരൂപമാകാനുള്ള നമ്മുടെ ഉള്ളിലുള്ള വഴക്കമാണ് കൃതജ്ഞമായതിനോട് നമ്മളെ സുതാര്യമാക്കുക.
അപ്പോ കൃതജ്ഞതയാൽ സുതാര്യമായവർ തമ്മിൽ ലയത്തിലാകും. ഞാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോട് കൃതജ്ഞമായി നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ തമ്മിൽ സുതാര്യതയും, നിങ്ങൾ എന്നോടൊരു ഈവന്റ് കാണിക്കുന്നു, ഞാൻ അതിനോട് കൃതജ്ഞമാകുന്നു. കൃതജ്ഞമാകുന്ന മിക്കവാറും നല്ല കാര്യങ്ങൾക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് നല്ലതാണെന്ന് വിചാരിക്കുക തൽക്കാലത്തേക്ക്. അപ്പോ നല്ല കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു, ഞാൻ അതിനോട് കൃതജ്ഞമായി. അപ്പോഴെന്തായി? നിങ്ങൾ ചെയ്തതിനോടും ഞാൻ പ്രതിനില കൊണ്ടതിനോടും ഇവ തമ്മിൽ, നിങ്ങൾ എന്നോട് എങ്ങനെ നിൽക്കുന്നു, ഞാൻ നിങ്ങളോട് എങ്ങനെ നിൽക്കുന്നു, ഇത് രണ്ടും കൂടെ ഒരു സുതാര്യമായി. സുതാര്യമാകുമ്പോൾ അവിടെ എന്താ ഉണ്ടായത്? ലയത്തിലായി. ലയത്തിലാകുമ്പോൾ എന്താ ഉണ്ടാവുക? സമസ്ഥിതിയിലാകുമ്പോഴാണ് വിഭവ സമ്മിശ്രണം നടക്കുക. ഇവിടെയുള്ള വിഭവങ്ങൾ അവിടേക്കും, അവിടെയുള്ള വിഭവങ്ങൾ ഇവിടേക്കും പോകുക. ഇവിടെ കുറച്ച് ശേഷികളുണ്ട്, ആ ശേഷി അങ്ങോട്ടേക്ക് പകരും. ഇവിടെയുള്ള കുറെ ഫെസിലിറ്റീസ് ഉണ്ട്, അത് ഇങ്ങോട്ടേക്ക് പകരും. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ വേലിക്കെട്ടുകളില്ലാത്ത അയൽക്കാരുണ്ടല്ലോ, വേലിക്കെട്ടില്ലാതെ ഉള്ള അയൽക്കാർ തമ്മിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വീട്ടിലൊരു ഏണി വാങ്ങിച്ചാൽ മതി, അപ്പുറത്തെ വീട്ടിലെ ഏണി വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് അവിടെയും അത് ഇവിടെയും ഉണ്ട്. ഇവിടെ കറി വെച്ചാൽ മതി, അവിടെ ആ വീട്ടിൽ കറി വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ തീയൽ ഉണ്ടാക്കിയാൽ അവിടെ പച്ചടി ഉണ്ടാക്കിയാൽ മതി. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലും, അല്ലെ? അതാണ് വിഭവ സമ്മിശ്രണം എന്ന് പറയുക. അപ്പോ സുതാര്യമായവ തമ്മിൽ ലയത്തിലാകും കൃതജ്ഞമാകുന്നത്. നമ്മൾ ആരോട് സുതാര്യമാകുന്നു, ആ സുതാര്യമായവ തമ്മിൽ കൃതജ്ഞമായതും കൃതജ്ഞത ലഭിച്ചതുമായ രണ്ടും തമ്മിൽ ലയത്തിലാകും, സമസ്ഥിതിയിലാകും, വിഭവ സമ്മിശ്രണം നടക്കും. ഇത് തന്നെയല്ലേ നമുക്ക് പ്രകൃതിയോടുണ്ടാകേണ്ടത്? പ്രകൃതി നമുക്ക് എല്ലാ വിഭവങ്ങളും തന്നുകൊണ്ടിരിക്കും. അപ്പോ അതെനിക്ക് വേണ്ട, ഇത് ശരിയല്ല, ഇത് വൃത്തിയില്ല, അത് സുന്ദരമല്ല, നമ്മളങ്ങനെ വിലയിട്ടുകൊണ്ടിരിക്കുകയാണ്, ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നമ്മൾ കൃതജ്ഞമാകുന്നുവെങ്കിൽ സ്വാഭാവികമായും നമ്മളും പ്രകൃതിയും തമ്മിൽ ലയത്തിലാണ്, നമ്മളും പ്രകൃതിയും സമസ്ഥിതിയിലാണ്, നമ്മളും പ്രകൃതിയും തമ്മിലുള്ള വിഭവ സമ്മിശ്രണം നടക്കും. എന്നുവെച്ചാൽ ഇവിടെയുള്ളത് അവിടെയും, അവിടെയുള്ളത് എന്റെ ഉള്ളിൽ അധികമായോ ബുദ്ധിമുട്ടായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രകൃതിയിലേക്ക് പോകും. പ്രകൃതിയിൽ നിന്നും എനിക്ക് വേണ്ടതെന്തോ അതെല്ലാം ഇങ്ങോട്ടേക്ക് കിട്ടും, വിഭവ സമ്മിശ്രണം ഭവിക്കും. അങ്ങനെ പ്രകർഷേണ വിശിഷ്ടമായി ലീനമാകുവാൻ, ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ ലീനമാകുവാനുള്ള ഏറ്റവും ഉയർന്ന വഴക്കമാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോടോ പ്രകൃതിയോടോ സാഹചര്യത്തോടോ നമ്മുടെ കുടുംബത്തോടോ എന്തിനോടോ ആയിക്കോട്ടെ, എന്തിനോടും ഏറ്റവും നല്ല രീതിയിൽ ലീനമാകുവാൻ, ലയിക്കുവാനുള്ള ഏറ്റവും ഉയർന്ന ഫ്ലെക്സിബിലിറ്റി, വഴക്കം ആണ് കൃതജ്ഞത എന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം ഫിസിക്കലി നമുക്ക് വഴങ്ങാം, പക്ഷെ മെന്റലി മാറി നിൽക്കാം. പക്ഷെ കൃതജ്ഞമാകുന്ന സമയത്ത് നിങ്ങൾ 1ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച മാഷെ കാണുമ്പോൾ ആദരവോടുകൂടി എഴുന്നേറ്റ്, ആദരവും മാത്രമല്ല, എനിക്ക് തന്ന ഈ ആദ്യ പാഠത്തിനുള്ള കൃതജ്ഞത എന്റെ മനസ്സിൽ ഉണരും. ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ നിർമ്മലത എന്ന് ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയേറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടുണ്ടാകുന്നത് ഏറ്റവും ഡൗൺ ടു എർത്ത് ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനോടുണ്ടാവുന്ന ഒരു മനോഭാവം ഏറ്റവും താഴ്ന്ന ഒരവസ്ഥ. ഡൗൺ ടു എർത്ത് വെച്ചാൽ ഏറ്റവും മോശം എന്നുള്ള അർത്ഥത്തിലില്ല. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം, ഈഗോയുടെയും മറ്റ് പൊങ്ങി നിൽക്കുന്ന എല്ലാ മുനമ്പുകളും ഒടിഞ്ഞ് ഒന്നുമില്ലാതെ നിങ്ങൾ ഏറ്റവും നിർമ്മലമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഭാരമേ ഉണ്ടാവില്ല, നമുക്ക് വളരെ സന്തോഷമായിരിക്കും, നമ്മുടെ കണ്ണുകളിൽ കൂടെ വെള്ളം വരും. അങ്ങനെ അതാണ് ഏറ്റവും വിശിഷ്ടമായ ലീനത എന്ന് പറയുന്നത്, ഇതിനോട് ഏറ്റവും കൂടെ ചേർന്ന് നിൽക്കാൻ പറയുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരവസ്ഥയിലാണ് ഏറ്റവും ഉയർന്ന വഴക്കമുണ്ടാകുക, അല്ലെ? വഴക്കമുണ്ടാകുമ്പോഴാണ് അതിന് ഇങ്ങനെ സംഭവിക്കുക, ഏറ്റവും പ്രകർഷേണ ലീനമാവുക. അതിനെയാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, കൃതജ്ഞത എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു അനുഭവം, ആ അനുഭവം ഉണ്ടാക്കിയതിനോട് ഉള്ള തിരിച്ചുള്ള പൊരുത്തപ്പെടലാണ്, തിരിച്ചുള്ള അനുരൂപണമാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. ഈ കൃതജ്ഞത ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ സുതാര്യമാകും. അതായത് ഈ കൃതജ്ഞമായതും കൃതജ്ഞനാക്കപ്പെട്ടതിനോടും അവ തമ്മിൽ പരസ്പരം ലയത്തിലാകും, സമസ്ഥിതിയിലാകും, വിഭവ സമ്മിശ്രണം നടക്കും. ഈ കൃതജ്ഞത എന്നതാണ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ വിശിഷ്ടമായ ലീനമാകുവാനുള്ള ഉയർന്ന വഴക്കം എന്ന് പറയുന്നത്.
ഇത് തന്നെയാണ് ഏറ്റവും നല്ല നിർമ്മലമായ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലായിരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ പ്രകൃതിയുമായി ചേർന്നിണങ്ങി പോകുന്ന അവസ്ഥയായി, നമ്മുടെ ജീവിതവുമായി ചേർന്നിണങ്ങി പോകുന്ന അവസ്ഥയായി, ഈശ്വരനുമായി ചേർന്നിണങ്ങി പോകുന്ന അവസ്ഥയായി. എല്ലാ ഉയർന്ന വികാരങ്ങളുടെയും മൂല്യത്തെ വീണ്ടും ഉയർത്തുന്ന അധിക വികാരമാണ് അതിനകത്ത് ലീനമായിരിക്കുന്ന കൃതജ്ഞത എന്നത്. ഭക്തിയിലാകട്ടെ, പ്രണയത്തിലാകട്ടെ, സ്നേഹത്തിലാകട്ടെ, ഏതിലും കൃതജ്ഞതയാണ് അതിന്റെ മൂല്യത്തെ. കൃതജ്ഞത ഒരു അധിക വികാരമായിട്ട് എടുക്കുകയാണെങ്കിൽ, അധിക മൂല്യമായിട്ട് എടുക്കുകയാണെങ്കിൽ, അതിന്റെ എല്ലാത്തിന്റെയും മൂല്യം ഉയർത്തുന്ന ഒരു അധിക മൂല്യമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. മനുഷ്യരിലും ജീവജാലങ്ങളിലും ജന്തുക്കളിലും ഒക്കെ ഇത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളിലും അത് നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. പ്രകൃതിയുമായി ചേർന്നിണങ്ങിയുള്ള ഈ ഒരു യാത്രയിൽ അതിനുള്ള വഴക്കം, അതിനുള്ള തിരിച്ചറിവ്, അതിനുള്ള തുറവി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.